പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ നല്ല ദിവസം എല്ലാവർക്കും. ഒത്തിരി നന്മയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില കാര്യങ്ങളെ കണ്ട് വിശുദ്ധ കുർബാനയിൽ അത്ഭുതം സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടായി. ചേട്ടക്കോണത്ത് എന്താ സംഭവിച്ചതെന്ന്. ചേട്ടക്കോണത്ത് സംഭവിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും ചലഞ്ച് ചെയ്യാമെങ്കിൽ ഒന്ന് ചലഞ്ച് ചെയ്തു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിച്ചു കൂടാ എന്ന് പറയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കണ്ട ഒരു ദൃക്സാക്ഷിയാണ് ഞാൻ. ആ കണ്ട കാര്യം പിന്നെ ആരൊക്കെയോ പറഞ്ഞു കുപ്പായം മുരി കല്യാണം കഴിച്ചു പോയി. ഇതുകൊണ്ടൊന്നും അല്ല പോയത്. അതെൻ്റെ പേഴ്സണൽ കാര്യം. എൻ്റെ പേഴ്സണൽ കാര്യം വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ സഭയോ എൻ്റെ വിശുദ്ധ കുർബാനയോ എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഒരിക്കലും മറക്കാതിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം എന്നും സാന്നിധ്യം തന്നെയാണ്. ആ സാന്നിധ്യത്തെ ആരൊക്കെ മറന്നിട്ടുണ്ടോ, ആരൊക്കെ പോയിട്ടുണ്ടോ, ആരൊക്കെ കളഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ ഒരു പുരോഹിതൻ ആയിരുന്നു ഞാൻ. ഇന്ന് ഞാൻ ദുഃഖിക്കുന്നുണ്ട് ആ വിശുദ്ധ കുർബാന എടുക്കാൻ സാധിക്കാത്തതിൽ. ഇന്ന് ആ വിശുദ്ധ കുർബാനയിൽ തെളിയുന്ന സത്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക ലോകത്തോട് പറയുന്ന വലിയൊരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൽ ഒരു കാര്യം ഞാൻ പറയുന്നു. ഞാൻ വൈവാഹിക ജീവിതത്തിലേക്ക് പോകാനല്ല യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചത്. ഞാൻ പക്ഷേ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഇരിക്കുന്ന എൻ്റെ യേശു ക്രിസ്തുവിനോട്, എൻ്റെ കർത്താവിനോട് എനിക്കൊരു സാന്നിധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ആ കാര്യം പറയുന്നത്. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഒരിക്കലും എൻ്റെ കർത്താവിനെ കളാതിരിക്കുന്നുണ്ട്. ദിവ്യകാരണത്തിന് മുമ്പിൽ ഒരു വിനീതമായ മനസ്സോടെ ഞാൻ പറയുന്നു, സത്യം എന്നും സത്യമായിരിക്കും. അത് ലോകത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കും. ജോൺസൺ കരു.